പ്രതിഭയാണ് നീ, പ്രതിഭാസമാണ് നീ. ഈച്ചയല്ല, പൂച്ചയല്ല, പുലിയാണ് നീ. നമ്മുടെ സങ്കേതത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഇവനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്നൊരു പഴഞ്ചൊല്ലി നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് നമുക്ക് ഫോളോ ചെയ്യാം. അർജുൻ, അടിയവനെ. ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഈ ആമയുടെ ഭാഗത്തേ അല്ല. എന്റെ കൂട്ടുകാരെ, നമ്മൾ എപ്പോഴും കള്ളം പറയുന്നത് നമുക്ക് പേടിയുള്ളവരോടാണ്. ഞങ്ങൾ കുറച്ചു പേരല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലടാ, നമ്മളിതിപ്പോ എങ്ങോട്ടാടേ പോകുന്നേ? നമ്മൾ കാട്ടിലേക്ക് ടൂർ വന്നതാണോ അതോ ചുറ്റിത്തിരിയാൻ വേണ്ടി വന്നതാണോ? വഴി അറിയില്ല എങ്കില് നമുക്ക് മാപ്പ് നോക്കാം. ഹണി, നിന്നോട് ബാഗിൽ മാപ്പ് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞായിരുന്നില്ലേ? അത് വെച്ചോ നീയെ? അടിപൊളി. എന്നാ ബാഗിൽ നിന്ന് മാപ്പിംഗ് എടുത്ത്. അതിന് ബാഗ് വീട്ടിലല്ലേ? നീ മാപ്പ് ബാഗിൽ ഇടാനല്ലേ പറഞ്ഞുള്ളൂ. ആ ബാഗ് എടുത്ത് കാറിൽ വെക്കാനൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. എടാ മതി, വഴക്കൂടിയിട്ട് കാര്യമില്ല. നമുക്ക് ആ കരടിയോട് ചോദിക്കാം. ഞാൻ വരുവാ. വന്നതിൽ വളരെ സന്തോഷം. ഞാൻ വന്നു. ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. പറ. ഞാനിതാ വന്നിരിക്കുന്നു. പറഞ്ഞോളൂന്നേ. ഞങ്ങൾ ഈ കാട്ടിൽ പെട്ടുപോയി. പുറത്തേക്കുള്ള വഴി ഒന്ന് പറഞ്ഞുതരാവോ? ആദ്യം വലത്തോട്ട് പോയിട്ട് പിന്നെ ഇടത്തോട്ട് പോകണം. അതിനുശേഷം താഴോട്ട് പോയാൽ 4 കൂടി ഒരു ജംഗ്ഷൻ വരും. അവിടെ നേരെ പോയ ഗുണ്ടൂർ, വലത്തോട്ട് പോയ സിംഗൂർ, പിന്നെ ഇടത്തോട്ട് പോയ മക്കൻപോർ. പിന്നെ ഞാൻ വന്നു. നിങ്ങൾക്കറിയോ, ഇന്ന് ഞാൻ മലമുകളിയും താഴേക്ക് ചാടിയാ. അപ്പൊ പുറകെ അച്ഛൻ വിളിച്ചു, തിരിച്ചു വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു വന്നു. ഇവന്റെ പിരി എവിടെയൊക്കെയോ ലൂസ് ആയിരിക്കും എന്ന് തോന്നുന്നേ. നീ വണ്ടി എടുക്കണ വണ്ടി. വേറെ ഗോ. നോ ഐഡിയ, വേറെ ഗോ. എന്റെ ഐഡിയ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. വാട്ട് ആൻ ഐഡിയ. സോറി പറഞ്ഞതാ. ഈ 5 ആമകളും കൂടി ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരല്ലേ. ഇതല്ല, ഇതിനപ്പുറം കാണേണ്ടി വരും. ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു ഡിസ്കോയിലായിരുന്നു ജോലി. അതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് ശീലമായി പോയതാ. ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും അത് വേണം. എന്തിനാ 2 പ്രാവശ്യം പി പറഞ്ഞത്? എല്ലാം കുറച്ച് കൂടുതൽ വേണ്ടതല്ലേ? പ്ലീസ്, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്റെ അനിയൻ രാമേശ്വരം നടന്ന് മലയുടെ അങ്ങേ താഴ്വാരത്തിൽ വീണുപോയി. കുന്നിൻ മുകളിലെ മൃഗങ്ങൾ എന്നെ ആ വഴിക്ക് പോകാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതെന്താ അവന്മാരങ്ങനെ വിടാതിരുന്നത്? കാട് അവന്റെയൊക്കെ കുടുംബ സ്വത്താണോ? അല്ല പിന്നെ. അവന്മാര് ചില്ലറക്കാരല്ല, കാട്ടുമൃഗങ്ങളാ. മനസ്സിലായി. ഒരുമിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ആമേശ്വരനെ കണ്ടുപിടിക്കാൻ തീർച്ചയായും നിന്നെ സഹായിക്കും. അല്ല, താങ്ക് യു അല്ല, താമ്പ. മല കയറാനുള്ള സാധനങ്ങളെ റെഡിയാക്കണം.
ഇതെന്താണ്? OTP ആണ്. ക്യാബ് വിളിച്ചിട്ടുണ്ട്. അതിൽ കയറി അങ്ങ് വന്നാ മതി കേട്ടോ. നിന്നെ പോലെ പതുക്കെ നടക്കാൻ എനിക്ക് പറ്റില്ല. നിന്റെ തോടിന് ഭയങ്കര ഭാരോ. അല്ലെങ്കിൽ തന്നെ നീ നടക്കുമ്പോ ഒച്ച എഴുന്ന പോലെ തോന്നുന്നത്. നിന്റെ ഈ തോട് OLX-ൽ കൊടുത്തൂടെ നിനക്ക്? സോറി, ഇത് വിൽക്കാൻ പറ്റില്ല. കൊടുത്തേക്കെന്നേ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലല്ലോ. Say oh, say I. Ah. സെൽഫി ടൈം. ജസ്റ്റ് ചിൽ ഗേൾസ്. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം. ചിൽ ചിൽ എന്ന് ചിലിച്ചോണ്ട് പറക്കുന്ന ഞാനും പിന്നെ 24 അതേഴ്സും ഫേസ്ബുക്കിൽ അപ്ലോഡ്. പ്രതിഭയാണ് നീ, പ്രതിഭാസമാണ് നീ. ഈച്ചയല്ല, പൂച്ചയല്ല, പുലിയാണ് നീ. നമ്മുടെ സങ്കേതത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഇവനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്നൊരു പഴഞ്ചൊല്ലി നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് നമുക്ക് ഫോളോ ചെയ്യാം. അർജുൻ, അടിയവനെ. ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഈ ആമയുടെ ഭാഗത്തേ അല്ല. എന്റെ കൂട്ടുകാരെ, നമ്മൾ എപ്പോഴും കള്ളം പറയുന്നത് നമുക്ക് പേടിയുള്ളവരോടാണ്. ഞങ്ങൾ കുറച്ചു പേരല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിതാ ഇവരുമായിട്ടുള്ള കൂട്ടങ്ങ് വിട്ടോളാം. ഇവർക്ക് എവിടേക്കാണോ പോകേണ്ടത് ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ അവിടെ കൊണ്ടു ചെന്നാക്കാം. സംശയമുണ്ടോ? ഞങ്ങൾക്ക് മാപ്പ് തരൂ. Seditium, seditium. Say check, check, say pack, pack, say pack. സ്വന്തം അനിയനെ കാണാൻ ചേട്ടനെ സമ്മതിച്ചില്ലെങ്കിൽ ദാ ഇങ്ങനെ ഇരിക്കും. വരൂ മിസ്റ്റർ രാമേ. ഐ ആം സോറി, ഞാനത് മറന്നു. നിന്നെ ഞാൻ എടുത്തോണ്ട് പോവേണ്ടി വരുമല്ലോ അല്ലേ? നിന്റെ ശരീരം അകത്തോട്ടാക്ക്. വേഗമാകട്ടെ. ഇനിയിപ്പോ ഏതായാലും എനിക്ക് വേറൊരു ഹെൽമെറ്റിന്റെ ആവശ്യം വരികയില്ല. ഓ, ഈ കൊടുമുടി കയറി മടുത്തു. മുടി കൂടുതൽ വളരുന്നത് പെൺകുട്ടികൾക്കല്ലേ? അല്ല, നിനക്കെന്തിനാ മുടി? നീ എന്തിനാ ഹണി വെറുതെ ഇങ്ങനെ ടോപ്പ് ലെവലിൽ കൂടുതൽ ചിന്തിച്ചു കൂട്ടുന്നത്? ഈ പറയുന്ന ടോപ്പും ലേഡീസ് ആണല്ലോ ഉപയോഗിക്കുന്നത്. അല്ല പോപ്പട്ടെ, നീ കുറച്ചു നാളായി ലേഡീസിന്റെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓ എടാ, ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ ടോപ്പിൽ എത്തുന്ന കാര്യം അല്ലാതെ ലേഡീസിന്റെ കാര്യമല്ല. എന്നാ പിന്നെ നീ കാര്യഗൗരവമുള്ള എന്തെങ്കിലും കാര്യം എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞാ മതി. എങ്ങനെ? ഞാൻ ആലോചിക്കുന്നത് അതൊന്നുമല്ല. ആ കരടി പറഞ്ഞ അനുസരിച്ച് 4 തിരിയുന്ന ജംഗ്ഷനിലേക്ക് ഇങ്ങോട്ടല്ലേ പോകേണ്ടത്? എത്താറായോ എന്തോ? ഞാൻ വന്നിയാ, ഞാനിത് എത്തി. അയ്യോ, ഇത് അവനല്ലേ നമ്മളെ കാട്ടിൽ വെച്ച് വട്ടം ചുറ്റിച്ചവൻ? അതെ, ഞാൻ തന്നെയാ. അത് ഞാൻ എത്തിയനിയാ, ഞാൻ എത്തി. ഇന്നലെ ഞാൻ സ്കൂളിൽ പോയിരുന്നു. എന്നിട്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു, മേ കമിൻ. എന്നിട്ട് പിന്നെ നീ വന്നോ അനിയ? നീ വന്നോ? ഇല്ല, ഞാൻ ലേറ്റായി പോയി. അതുകൊണ്ട് ടീച്ചറിനെ പുറത്താക്കി, ഓടിച്ചു വിട്ടു. എന്നിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോന്നിയാ. ഞാൻ വീട്ടിലേക്ക് വന്നു. നിങ്ങളെ ആരെയും ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇറ്റ്സ് മൈ പ്രോപ്പർട്ടി. Say M. മാന്തണോ? ഓക്കേ. അയ്യോ, മാന്താനല്ല, മാപ്പ് ചോദിക്കാനാ പറഞ്ഞത്. അവന് നല്ല ശക്തിയുണ്ട്.
ഇവൻ ഈ ഇടിയൊന്നും ഏക്കുന്നില്ലടാ. കഴിക്കുന്നത് എന്താ വല്ല സിമന്റ് റൊട്ടിയോ മറ്റോ ആണോ? ഐഡിയ. ഞാൻ തോറ്റു. വരൂ, നമുക്ക് വേഗം ഇവന്റെ അനിയനെ അന്വേഷിക്കാം. Say B. Say R. Say O, bro, my bro. നിങ്ങൾ കാരണം എനിക്ക് എന്റെ അനിയനെ തിരിച്ചു കിട്ടി. അയ്യോ, എന്റെ കൂട്ടുകാര്. നമുക്ക് അവരെ രക്ഷിക്കണം. അതിന്റെ ആവശ്യം വരില്ല. അല്ല, അയ്യോ, മുകളിലേക്ക് കയറി വരാൻ പടികൾ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് പടി കയറിയെങ്കിലും വരാമായിരുന്നു. ആമേശ്വര, നീ എന്താ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു വരായിരുന്നേ? അതിന് ഞാൻ ഈ പടികളൊക്കെ കയറി എപ്പോ മുകളിലേക്ക് എത്താനാ?